തമിഴ്നാട്ടിലെ കുഴിത്തുറയിൽ പ്രശസ്ത ദളിത് ആക്ടിവിസ്റ്റും സാമൂഹിക നിരീക്ഷകനും പ്രാസംഗികനും എഴുത്തുകാരനും സംസ്കൃത പണ്ഡിതനും കൂടിയായ ടി.എസ്. ശ്യാംകുമാർ ആക്രമിക്കപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ട് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയല്ല. ആക്രമിച്ചത് സനാതനധർമ്മികളാണെന്ന് കൂടി പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനോട് പുലർത്തുന്ന നിസ്സംഗ ഭാവമൊന്ന് നോക്കിക്കാണണ്ടേ. കഴിഞ്ഞ ദിവസമാണ് സനാതനധർമ്മം എന്ന വിഷയത്തിൽ തമിഴ്നാട്ടിലെ കുഴിത്തുറയിൽ CPM സംഘടിപ്പിച്ച വേദിയിൽ ശ്യാംകുമാർ പ്രസംഗിക്കാൻ പോയത്. മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് തമിഴ്നാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു വേദി. ആ വേദിയിൽ പോയി സനാതനധർമ്മത്തെക്കുറിച്ച് വിദഗ്ധമായ അദ്ദേഹം പ്രസംഗം നടത്തി. അത് ഇപ്പോഴത്തെ എമ്പുരാൻ സിനിമയിലെ വിവാദത്തിൽ തുടങ്ങി ആ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് സനാതനധർമ്മത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. അതിന് പിന്നാലെയാണ് പ്രസംഗം കഴിഞ്ഞ് ആ പരിപാടിയിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ സംഘപരിവാറുകാർ നേരിട്ടെത്തി ശ്യാംകുമാറിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായത്. അതിനു മുന്നോടിയായിട്ട് തന്നെ പ്രസംഗം തുടരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം സംഘപരിവാറുകാരെ വല്ലാതെ പൊള്ളിച്ചിരുന്നു. അദ്ദേഹം വന്ന വാഹനത്തിലെ ഡ്രൈവറെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഭീഷണിപ്പെടുത്തുകയും വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇടതുപക്ഷക്കാർ പ്രതിരോധം തീർത്തില്ലായിരുന്നുവെങ്കിൽ ശ്യാംകുമാറിനെ സനാതനധർമ്മികൾ തമിഴ്നാട്ടിലെ കുഴിത്തുറയിൽ വെച്ച് ഭീകരമായി കയ്യേറ്റം ചെയ്തേനെ. ഇടതുപക്ഷത്തിൻ്റെ പ്രതിരോധം അദ്ദേഹത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ച് നാട്ടിലെത്താൻ സാധിച്ചു. അങ്ങ് നോർത്ത് ഇന്ത്യയിലൊന്നുമല്ല, കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് മലയാളിയായിട്ടുള്ള ഒരു ദളിത് ആക്ടിവിസ്റ്റിന് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സനാതനധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ അദ്ദേഹത്തെ ആക്രമിക്കുമത്രേ, അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ലത്രേ. എന്തുകൊണ്ടാണ് സനാതനധർമ്മത്തിനെതിരെ ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കുമൊക്കെ പോരാടേണ്ടി വന്നതും നവോത്ഥാനത്തിനു വേണ്ടി സനാതനധർമ്മത്തെ മാറ്റി നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? കാലം കുറെ പോയെങ്കിലും സനാതനധർമ്മികൾക്ക് നിറം കറുത്തവർ പറയുന്ന ചില കാര്യങ്ങളോട് ഇപ്പോഴും വല്ലാത്ത പൊള്ളലാണ്. ആ പൊള്ളലേറ്റതാണ് ടി.എസ്. ശ്യാംകുമാറിന് നേരെ അക്രമമായിട്ട് സനാതനധർമ്മികൾ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ കൊലവിളിയുമായി ചാടി വീണത്. പ്രതിരോധം തീർക്കാൻ ഇടതുപക്ഷമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഈ പരിഷ്കൃത കാലമെന്ന് അവകാശപ്പെടുമ്പോഴും സനാതനധർമ്മത്തിനെതിരെ ഒരു പിന്നോക്ക വിഭാഗക്കാരൻ സംസാരിക്കാൻ തയ്യാറായാൽ ഇന്നും നേരിടേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്ന് ആ സംഭവം തെളിയിക്കുന്നുണ്ട്. പ്രദേശത്ത് വൻ സംഘർഷമാണ് ഉണ്ടായത്. ആ സംഘർഷത്തെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ ഇടതുപക്ഷം നടത്തുന്ന ആശയപരമായ പോരാട്ടങ്ങൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയവർക്ക് പോലും ആ പ്രസംഗത്തിൻ്റെ പേരിൽ അക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നേരെ ഇവർ പടവാളൊങ്ങുന്നതിൽ അത്ഭുതമുണ്ടോ? ഇപ്പോഴും ഹിന്ദു ഹിന്ദു എന്നാണ് അവർ പറയാറുള്ളത്. ഏത് ഹിന്ദു എന്ന് ചോദിക്കരുത്. ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി എല്ലാവരും ഹിന്ദുക്കളാണ്. അതിനപ്പുറത്തേക്ക് അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ, അവരുടേതായിട്ടുള്ള ഹിന്ദു ആചാരങ്ങൾ വരുമ്പോൾ അതിൽ പിന്നോക്കക്കാരനോ ജാതിയിൽ കുറഞ്ഞവനോ ദളിതനോ എന്നും അവരുടെ സനാതനധർമ്മത്തിൻ്റെ പേരുച്ചരിക്കാൻ പോലും ഇന്ന് അവകാശമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ശ്യാംകുമാറിന് നേരെ സംഘപരിവാറിൻ്റെ ഈ ആക്രമണം ഉണ്ടായത്. ഇത് കണ്ടിട്ടെങ്കിലും ഈ നാട്ടിലെ പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട്, സംഘപരിവാർ യഥാർത്ഥ ഹിന്ദു അല്ല. ഹിന്ദു എന്നുള്ള നിലയ്ക്ക് നിങ്ങളെയൊക്കെ വിശ്വാസം അങ്ങോട്ട് കുത്തി നിറച്ച് അവരോടൊപ്പം നിർത്തിയിരിക്കുന്നത് അവർക്ക് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതായത് ഈ നാട് ഭരിച്ചിരുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് അതേ അധികാര കസേരയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ, അതാണ് വർഗീയത. ആ വർഗീയതയുടെ വഴി സഞ്ചരിക്കുമ്പോൾ അതിനെതിരെ ഉയരുന്ന ശബ്ദങ്ങൾ അത് അവരെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ അക്രമമെന്ന് വേണം വിലയിരുത്താൻ. കേരളത്തിൻ്റെ പൊതുമനസാക്ഷി അതിനോട് ഐക്യദാർഢ്യപ്പെട്ട് പിന്തുണ നൽകേണ്ടതുണ്ട്. ഈ സംഭവവികാസം ഉണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സംഭവം ഉണ്ടായപ്പോഴൊരു പോസ്റ്റ് ഇട്ടു, തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ നിലപാടും അറിയിച്ചൊരു പോസ്റ്റ് ഇട്ടു. ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്: തമിഴ്നാട് കുഴിത്തുറയിൽ CPM സനാതനധർമ്മത്തെക്കുറിച്ച് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിച്ച് ഇറങ്ങവേ ഹിന്ദുത്വവാദികൾ റോഡിൽ തടയുകയും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സഖാക്കളുടെ സംയോജിതമായ ഇടപെടലാണ് ആക്രമണത്തെ തടഞ്ഞത്. എൻ്റെ പ്രസംഗത്തോടുള്ള അസഹിഷ്ണുത നിമിത്തം കുഴിത്തുറയിൽ ഹിന്ദുത്വർ CPM നേതാക്കളെ ആക്രമിച്ച് പ്രദേശത്ത് സംഘർഷം തുടരുകയാണ്. ഇതാണ് ഇന്നലെ സംഭവമുണ്ടായതിന് പിന്നാലെ അദ്ദേഹം ഇട്ട പോസ്റ്റ്. പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്യാംകുമാർ സ്വന്തം നിലപാടും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ദേ ഇങ്ങനെയാണ്: ഈ കാണുന്ന വിളക്ക് കാലിൽ തല കീഴായി എന്നെ കെട്ടിത്തൂക്കിയാലും ഞാൻ എൻ്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല. ഡോക്ടർ BR അംബേദ്കർ.
അംബേദ്കറുടെ ഈ വരി കുറിച്ചതിനോടൊപ്പം തന്നെ കുഴിത്തുറയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ പടവും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഭയപ്പെട്ടിട്ടില്ല. സംഘപരിവാർ നടത്തിയ ഈ ആക്രമണ ത്വര കണ്ടിട്ടൊന്നും പിൻവാങ്ങാനും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം. ഇത്തരം ധീരമായ നിലപാടുകൾ തന്നെയാണ് സംഘപരിവാറിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കുക എന്ന അവരുടെ പതിവ് തന്ത്രത്തിനെതിരെയാണ് ശക്തമായിട്ട് തന്നെ ഇനിയും ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നുള്ള നിലപാട് ശ്യാംകുമാർ അറിയിച്ചിരിക്കുന്നത്. മതേതര കേരളത്തിൻ്റെ ഉറച്ച പിന്തുണ TS ശ്യാംകുമാറിന് കൊടുക്കേണ്ട സന്ദർഭം തന്നെയാണ്.